വെഡിങ് ആനിവേഴ്സറിക്കും ഇവര് അനുഷയും അനുഭവമൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം അഞ്ചും ജോസുമാരും കൃത്യമായിട്ട് വരികയും അവരത് കാര്യങ്ങൾ മാനേജ് ചെയ്ത് നടത്തുകയും ചെയ്ത് പോയിക്കൊണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും ഒരു ആഘോഷമായ ഒരു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല, സംഭവിച്ചിട്ടുമില്ല. ഇത് ഇവര് വളരെ ആസൂത്രണമായിട്ട് ഇത് ചെയ്തു. പക്ഷെ ഇത് ഒരു സസ്പെൻസ് ആയിട്ട് എനിക്ക് തന്നൊന്നും ഒരിക്കലും എനിക്ക് ഈ ബർത്ത്ഡേ പരിപാടിയാണെന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. ഇത് എന്താ നമ്മുടെ കൊച്ചു മെൻകൊണ്ടം പറഞ്ഞു എന്നോട് ഒരു വർഷം മുമ്പ് പറഞ്ഞു. ഒരു വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അപ്പത്തിന് ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരോട് ഞാനത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനിയിപ്പോ ഒരു പുതിയ സ്കൂട്ടർ മേടിച്ചു തരാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ സ്കൂട്ടറാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞത് അവനൊന്നും വിട്ടു പറയില്ല, അവന് അതല്ല ഇതല്ലെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സസ്പെൻസ് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് പറയുകയും നിലനിർത്തുകയും ചെയ്തത് അവനാണ്. പക്ഷെ അവനെ നമ്മൾ ഈ കൂടുതൽ അതൊരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെ മിസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാല് പിന്നെ ഇപ്പൊ എനിക്ക് അവരൊക്കെ മിസ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്നാൽ ഇപ്പൊ ഇവനും മറ്റവനും ദോഷമുള്ളതുകൊണ്ടാണ് എനിക്ക് മിസ് ചെയ്യാതിരിക്കുന്നത്. കാരണം അവരെപ്പോഴും നമ്മുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്റെ വറീസിനൊക്കെ എപ്പോഴും ഒരു അവധി അല്ലെങ്കിൽ വറീസ് മാറ്റി സന്തോഷം എനിക്ക് ഇവര് തരുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഈ സാഹചര്യത്തിന് എല്ലാവരുടെയും പ്രത്യേകം തന്നിരുന്നു. ഇനി അതിനേക്കാൾ ഉപരിയായിട്ടും എന്റെ എല്ലാ റിലേഷൻസും ഇപ്പം എന്റെ അതായത് ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ കേന്ദ്രീകൃതമായ എന്റെ എല്ലാ അടുത്ത ബന്ധുക്കളും ഇതിന്റെ അകത്തുണ്ടെന്നുള്ളതൊരു വലിയ സത്യമാണ്, ഒരു സന്തോഷമാണ്. നിങ്ങള് ഓരോരുത്തർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. പെരുപ്പയാണെന്നുണ്ടെങ്കിൽ ഒരു വലിഞ്ഞും കഴിഞ്ഞും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും 85 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞാണ് ദിവസങ്ങള്. അപ്പോ അങ്ങനെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അതെല്ലാം അത് തന്നെയല്ല ഇപ്പൊ ആംബുലൻസ് ഇരിക്കുന്നത് എങ്ങനെ യുകേക്ക് വിടും എന്നുള്ള നിലനിൽക്കുന്ന സ്ഥിതി. അപ്പൊ ഇങ്ങനെയുള്ള അതെ നിങ്ങൾ ഇത്രയും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൂടി ഇതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തോടു കൂടി കാര്യങ്ങളിലേക്ക് കടന്നു.